ഹായ് കൂട്ടുകാരെ, നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ കലത്തപ്പം ഉണ്ടാക്കാൻ നോക്കാം. 2 ചെറിയ തവി റവ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമുക്ക് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുക നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ റവ നന്നായിട്ട് പൊടിഞ്ഞതിന് ശേഷം അതിലേക്ക് ആ തവിക്ക് തന്നെ ഒരു ചെറിയ തവി ചോറിട്ട് കൊടുക്കാം. അതേ തവിക്ക് തന്നെ വീണ്ടും നമുക്ക് ഒരു തവി തേങ്ങയും കൂടെ ഇട്ട്, തിരുമിയ തേങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതില്ലേ ഒരു 2 ഏലക്ക ഇട്ടാലും മതി. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഇത് ഇത്രയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട്, അതായത് ഒരു ചെറിയ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ആ മിക്സിയുടെ ജാറിലുള്ള ആ മാവും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കും, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. എന്നിട്ട് ഞാനൊരു 3 ചെറിയ കഷ്ണം ശർക്കരയാണ് അത് പാണിയാക്കാനായിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അടുപ്പിലോട്ട് വെച്ചിട്ട് നമ്മളൊരു തേങ്ങ പൊട്ടിച്ചിട്ട് ഒരു 1/2 മുറി തേങ്ങ, അതല്ല നിങ്ങളുടെ കയ്യിൽ കൊട്ടത്തേങ്ങ ഉണ്ടെങ്കിൽ അതായാലും മതി, അതെടുത്തിട്ട് നന്നായിട്ട് നെയ്യിലിട്ടൊന്ന് വറുത്ത് വെക്കണം. അതിനുശേഷം ഈ ചൂടോടെ തന്നെ നമ്മുടെ ഈ ശർക്കരയുടെ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മാവിലേക്ക് അതങ്ങ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കണേ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ച, അതായത് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ. ഞാനിവിടെ ബട്ടറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് മൂപ്പിച്ച നല്ല മണം വരും കേട്ടോ. അതിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ നേരത്തെ വെച്ചേക്കുന്ന കൂട്ടുണ്ടല്ലോ, അതിലേക്ക് ഈ തേങ്ങ വറുത്തതും നെയ്യും എല്ലാം കൂടെ ഒഴിച്ച് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കണം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ഉണ്ടല്ലോ, അത് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് ഒഴിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കുക. അതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മളൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുക. അങ്ങനെ ഇതെല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെക്കാം. അപ്പച്ചട്ടി ഉണ്ടല്ലോ, അത് മതി. അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ കലക്കി വെച്ചേക്കുന്ന ഈ മാവുണ്ടല്ലോ, റവയുടെ ആ കൂട്ട് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ചെറിയ ഫ്ലെയിമിട്ട് വേണം വേവിക്കാൻ കേട്ടോ, ചിലപ്പോൾ അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് അത് അടച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ വെന്തോന്ന് നോക്കുക. അപ്പം നമ്മുടെ ഈ രുചിയേറിയ ഈസി ആയിട്ടുള്ള കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.